ജനുവരി 10 വെള്ളിയാഴ്ച. ലൂക്ക 5:12 മുതൽ 16 വരെ വാക്യങ്ങൾ. വില്യം വൈലർ സംവിധാനം ചെയ്ത് 1959 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഇതിഹാസ ചിത്രമാണ് ബെൻ-ഹർ. 1880 ലെവ് വാലസ് രചിച്ച ബെൻ-ഹർ എ ടെയിൽ ഓഫ് ക്രൈസ്റ്റ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത്. മെസ്സാലയും ബെൻ-ഹറും തമ്മിലുള്ള രഥ ഓട്ടമാണ് ചിത്രത്തിലെ ഏറ്റവും മികച്ച രംഗങ്ങളിലൊന്ന്. കഠിനമായ ആ പോരാട്ടത്തിനിടയിൽ യഹൂദ ബെൻ-ഹറിൻ്റെ മുഖ്യ ശത്രുവായ മെസ്സാല ബെൻ-ഹറിൻ്റെ രഥം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പകരം അവൻ്റെ തന്നെ രഥം നശിക്കപ്പെടുന്നു. മെസ്സാലയ്ക്ക് മാരകമായ പരിക്കേറ്റു. ബെൻ-ഹർ ആ ഓട്ടത്തിൽ വിജയിച്ചു. മരിക്കുന്നതിന് മുമ്പ് മെസ്സാല ബെൻ-ഹറിനോട് പറയുന്നു, ഓട്ടം അവസാനിച്ചിട്ടില്ല. നിനക്ക് നിന്റെ അമ്മയെയും സഹോദരിയെയും കുഷ്ഠരോഗികളുടെ താഴ്വരയിൽ കണ്ടെത്താം. അവരെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ. അതിനുശേഷം ബെൻ-ഹർ അടുത്തുള്ള കുഷ്ഠരോഗ കോളനി സന്ദർശിക്കുന്നു. അവിടെ തൻ്റെ അമ്മയെയും സഹോദരിയെയും കാണുന്നു. യേശുവിൻ്റെ കാലത്ത് ഒരു കുഷ്ഠരോഗിയെ ശാരീരികമായി അശുദ്ധനും അതുപോലെ തന്നെ ആത്മീയമായ അശുദ്ധനുമായി കണക്കാക്കിയിരുന്നു. അതിനർത്ഥം ഒരു കുഷ്ഠരോഗിയെ സാമുദായിക ജീവിതത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അയാൾക്ക് ഒരു ക്ഷേത്രത്തിലോ സിനഗോഗിലോ പള്ളിയിലോ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരുന്നു. ഒരു കുഷ്ഠരോഗിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. അയാളുടെ സ്വന്തം വീട്ടിൽ പോലും മറ്റുള്ളവരുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. ഒരു മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. സ്വത്ത് സ്വന്തമാക്കാൻ കഴിയില്ല. ഇഷ്ടപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ തൊടാനോ കെട്ടിപ്പിടിക്കാനോ കഴിവില്ല. കുഷ്ഠരോഗിയുടെ ഏക പോംവഴി മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്നത് ഭക്ഷിക്കുക, യാചിക്കുക, അവസാനം ഒറ്റപ്പെടലിൻ്റെയും ശാരീരികമായി രോഗം കൂടി വഷളായി മരണം കാത്തിരിക്കുക മാത്രമായിരുന്നു അയാളുടെ മുന്നിലുണ്ടായിരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന കഥാപാത്രം കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനാണ്. കുഷ്ഠരോഗി യേശുവിനെ കണ്ടയുടനെ അവൻ്റെ കാൽക്കൽ വീണ് തന്നെ സുഖപ്പെടുത്താൻ യേശുവിനോട് അപേക്ഷിക്കുന്നു. യേശു ഒട്ടും മടി കൂടാതെ തൻ്റെ കൈകൾ നീട്ടി ആ മനുഷ്യനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ശുദ്ധമാവുക. തൽക്ഷണം അയാളുടെ കുഷ്ഠരോഗം ഭേദമാകുന്നു. അപ്പോൾ യേശു അവനോട് പുരോഹിതൻ്റെ അടുക്കൽ പോയി അവൻ്റെ രോഗശാന്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വഴിപാട് അർപ്പിക്കാൻ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും രോഗശാന്തി ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? നിങ്ങളുടെ അസുഖം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Bangalore.